ഓൺലൈൻ തട്ടിപ്പിന് അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തത് ഡസൻ കണക്കിന് ബാങ്ക് പാസ്ബുക്കുകളും സിം കാർഡുകളും മൊബൈൽ ഫോണുകളും. തൊണ്ടി വസ്തുക്കൾ കവറിലാക്കി വെന്റിലേറ്ററിൽ തൂക്കിയിട്ട് രക്ഷപ്പെടാനും പ്രതി ശ്രമിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോണുകളാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് പോലീസിന് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലായത്. ഒരു നാടിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ Hayat Gold and Diamonds, Valancheri and Changarankulam. Celebration never ends. പൊന്നാനിയിലെ ഒരു ലോഡ്ജിൽ അനധികൃത ചീട്ടുകളി നടക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ റെയ്ഡിലാണ് കേരളമടക്കം 17 സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതി പിടിയിലായത്. കൊല്ലം പെരിനാട് ഞാറക്കൽ അലീന മൻസിലിൽ എസ് അമീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് റെയ്ഡ് നടക്കുന്നതിനിടെ പരിശോധനയിൽപ്പെടാതിരിക്കാൻ പ്രതി പാസ്ബുക്കുകളും തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ അടങ്ങുന്ന ബാഗും പ്ലാസ്റ്റിക് കവറും ലോഡ്ജ് മുറിയിലെ ബാത്റൂമിന്റെ വെന്റിലേറ്റർ വഴി പ്ലാസ്റ്റിക് കയറിൽ തൂക്കി പുറത്തേക്കിടുകയായിരുന്നു. ലോഡ്ജിന് പുറത്ത് മഫ്തിയിൽ നിയോഗിക്കപ്പെട്ട പോലീസുകാർ ഇത് കാണുകയും വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ശേഷം ബാഗും പ്ലാസ്റ്റിക് കവറും പരിശോധിച്ചതിൽ നിരവധി പാസ്ബുക്കുകളും മൊബൈൽ ഫോണുകൾ അടങ്ങുന്ന ബാഗും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം താൻ തമിഴ്നാട്ടിൽ നിന്ന് ഫോണുകൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞായിരുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ അമീർ കുറ്റം സമ്മതിച്ചു. വിവിധ വ്യക്തികളുടെ പേരിലുള്ള 25ഓളം വ്യത്യസ്ത ബാങ്കിന്റെ പാസ്ബുക്കുകളും 7 സ്മാർട്ട് ഫോണുകളും 24 ചെക്ക് ബുക്കും 30 ATM കാർഡുകളും 25 സിം കാർഡുകളും കണ്ടെടുത്തു. 17 സംസ്ഥാനങ്ങളിലായി 51 സാമ്പത്തിക തട്ടിപ്പുകൾ ഇയാൾക്കെതിരെ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 4 പരാതികളും ഇതര സംസ്ഥാനങ്ങളിൽ 47 പരാതികളുമാണുള്ളത്. പ്രതിയെ ടെലഗ്രാമിൽ ദുബായിൽ നിന്നൊരാൾ ബന്ധപ്പെടുകയും മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഏജന്റ് വഴി സാധാരണക്കാർക്ക് കമ്മീഷൻ നൽകി വാടകയ്ക്കെടുത്ത് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും ATM കാർഡുകളും സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ദുബായിൽ നിന്നുള്ള ആളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ഫെഡ് ആപ്പ് പ്രതി ആക്റ്റീവ് ചെയ്യുന്നത്. ഈ ആപ്പിലേക്ക് വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് ഫ്രോഡ് മണിയും ബിറ്റ്കോയിൻ അടങ്ങിയ വിവരങ്ങളുള്ള സ്ലിപ്പും പ്രതിക്ക് അയച്ചു നൽകും. ഇതുപ്രകാരമുള്ള ഇന്ത്യൻ മണി പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത് ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ ജോലി. ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് പരാതി നൽകിയവരുടെ കോടിക്കണക്കിന് പണമാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളതെന്ന് പോലീസിനോട് പ്രതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ, പൊന്നാനി.